ഇതെൻ്റെ ഒരു നൈറ്റ് റൊട്ടീനാണ്. കുഞ്ഞായതിനു ശേഷമുള്ള എല്ലാ രാത്രികളും എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിന് മുമ്പായിരുന്നെങ്കിൽ ആഹാരം കഴിച്ച് ഫോൺ ഞോണ്ടി കിടന്നങ്ങ് ഉറങ്ങിയാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പറ്റില്ലല്ലോ. ഇവളെ മേല് കഴിയിപ്പിക്കണം, ഡൈപ്പർ ഇടണം, ഡ്രസ്സ് ഇടിയിപ്പിക്കണം, ഫീഡ് ചെയ്യിപ്പിക്കണം, ഇവളെ ഉറക്കണം. ഇതാണല്ലോ ഇപ്പോഴത്തെ നൈറ്റ് റൊട്ടീൻ എന്ന് പറയുന്നത്. കാരണം ഇവൾ ഉറങ്ങിയാലല്ലേ എനിക്ക് ഉറങ്ങാൻ പറ്റും. അങ്ങനെ ഞാൻ ഇവളെ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഇവളെ ഉറക്കാൻ നോക്കുവാണേ. എവിടെ നിന്ന് ഉറങ്ങാൻ, അവൾ പാല് കുടിക്കാതെ ഉറങ്ങില്ല എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. ഇരുത്തിയും കിടത്തിയൊക്കെ ഞാൻ നോക്കി, ഒരു രക്ഷയില്ല. അങ്ങനെ ഞാൻ അവസാനം ഫീഡ് ചെയ്യിപ്പിച്ചു. അങ്ങനെയെങ്കിലും ഉറങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവളുടെ അച്ഛൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ദാണ്ട് എണ്ണീച്ചിരിക്കുന്നു. ഇത് അച്ഛനെ കണ്ടിട്ടുള്ള ചിരിയാണ്. പിന്നെ അച്ഛനും മോളും കൂടെ ആയി സർക്കസ്. പാല് കുടിച്ച കുഞ്ഞാണേ, അപ്പോൾ ഫുൾ എനർജി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെന്താ, കുറച്ച് നേരം കളിക്കട്ടെന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ അച്ഛൻ്റെ കൊടുത്തേച്ച് ഞാൻ മാറിയിരുന്നു. കുറച്ചൊക്കെ നേരത്തെ മോളുടെ അച്ഛൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. പുറത്തേന്ന് നോക്കിയപ്പോൾ നേരത്തെ ഇതാ മോൾ അച്ചാച്ചൻ്റെ കൂടെ കിടന്നുറങ്ങുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ കിടക്കട്ടെ, ഞാൻ എൻ്റെ പണി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോയി വെള്ളമൊക്കെ നിറച്ച് കൊണ്ടുവന്ന് വെച്ച്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മുടിയൊക്കെ ചീകി വൃത്തിയാക്കി കെട്ടിവെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഡെലിവറിക്ക് ശേഷം നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ട് എൻ്റെ. അപ്പോൾ ഇപ്പോൾ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മുട്ടച്ചിയാകും. അങ്ങനെ മുടിയിലെ ചടക്കൊക്കെ കഴിഞ്ഞ് മേലെ വാരി പിടിച്ച് കെട്ടിവെക്കും. അതാകുമ്പോൾ രാവിലെ വരെ അവിടെ ഇരുന്നോളും. അത് കഴിഞ്ഞ് ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നു വെച്ച് ഞാൻ ക്രീം ഇടുവാണ്. എൻ്റെ മോള് ഭയങ്കര അത്ഭുതത്തോടെ നോക്കുന്നു ഞാൻ എന്തുവായി ചെയ്യുന്നതിന്. കാരണം ഇവൾ ഉറങ്ങി കഴിഞ്ഞാണ് ഞാൻ സാധാരണ ഇതൊക്കെ ചെയ്യാറ്. ഇപ്പോൾ ഇവൾ ഉറങ്ങാറിരിക്കുന്നതുകൊണ്ട് അവൾ കണ്ടപ്പോൾ അത്ഭുതപ്പെടുന്നു. അങ്ങനെ അവൾക്ക് ഉറക്കം വരുന്നത് കണ്ടപ്പോഴത്തേക്കും ഞാൻ നിർത്തി വെച്ച് ഞാൻ അവളെ വാങ്ങിച്ച് ഉറക്കാൻ നോക്കി. അങ്ങനെ ഫീഡ് ചെയ്യിപ്പിച്ച് ഉറക്കി കഴിഞ്ഞ് ഇനി എനിക്ക് ഉറങ്ങണം. ഇനി എനിക്ക് പലവട്ടം എണ്ണിക്കേണ്ടതാണേ. അപ്പോൾ ഓക്കെ, ബൈ.